ഉച്ചക്കെല്ലാം എണീച്ച് വണ്ടി എടുത്ത് പോയോണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങോട്ടാന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്, ട്രെയിൻ ഒന്ന് ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് കാണാനുള്ളൊരു സംഭവം ഞാൻ എത്തിച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പം രാവിലെ നമുക്ക് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നേ പറയുള്ളൂ. രാവിലെ നമുക്ക് ഷോപ്പ് പോയാണ്ട് നമ്മളെ ഗ്യാങ്സ്റ്റർ എടുത്താണ്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ വേറെ ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിടണം. എന്തിനെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനില്ല ഗൈസ്, നമ്മളെ ഗ്യാങ്സ്റ്ററിന് നമ്മളെ ബോഡി വേറെ ബിൽഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. അത് ഗൈസ് ഗ്യാങ്സ്റ്ററിൻ്റെ ബോഡിയൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കാണ്. അപ്പോൾ ഒരു കിടിലം ബോഡി കിട്ടിയിട്ടുണ്ട്, കാരണം നമ്മളെ കയ്യിൽ ഇല്ലാത്തൊരു ബോഡിയാണ്. വേഗമൊക്കെ തീർന്നു ഗൈസ്, ഇനി വേറെയാണ് വേഗനേക്കാൾ വലുത്. അപ്പോൾ ഏതായാലും ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ സെഡോണിലേക്ക് തന്നെ മാറ്റും, അതത്രേ ഉള്ളൂ ഗൈസ്. ഏതായാലും നമുക്ക് നേരെ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മളൊരു മാരക മുതലിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കൊണ്ടുപോകും, അത് നമ്മൾ ഇവിടെ ഷെഡിൽ കിടക്കുന്നുണ്ട്. അപ്പം ഗ്യാങ്സ്റ്ററിനെ ഞാൻ ആക്കിയ ശേഷം ഈ BMR എടുത്തുകൊണ്ട് പോവും. BMR നമ്മളെ ചെറുക്കം കൊണ്ടുപോകും, കാരണം നമ്മൾ BMR വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എടുക്കുന്നുണ്ടോണ്ട് BMR എടുത്താണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ചങ്ങായിമാരെ കണ്ട് അച്ചമ്പികളൊക്കെ ഉണ്ട് കേസ്, അപ്പോൾ അവർ കൊണ്ടുപോയിക്കോളും. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ BMRൻ്റെ കാണേണ്ട ഒരു ഇതാണ് നമ്മളെ BMRൻ്റെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ഗ്യാങ്സ്റ്ററിനെ എടുത്ത് വരികയാണ് കേട്ടോ, ഗ്യാങ്സ്റ്ററിനെ. അപ്പോൾ BMRൻ്റെ പുറത്ത് വന്ന് ഇറങ്ങിയിട്ടാണ്. BMR ഇവിടെ കിടപ്പുണ്ട്, ഇപ്പോൾ സെറ്റായി പവറായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്യാങ്സ്റ്റർ ഉള്ളിലുണ്ട്, നമുക്ക് നേരെ പോയി ഗ്യാങ്സ്റ്ററിനെ എടുക്കാം. ഗ്യാങ്സ്റ്റർ ഇവിടെ സെറ്റ് പവറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി എല്ലാവരും ഉള്ളൊരു ഡൗട്ടായിരുന്നു ഗൈസ്, നമ്മൾ നെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ പറിച്ചെന്ന്. സംഭവം എന്തിനാണെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, എന്തായാലും നമ്മൾ ഈ വണ്ടിൻ്റെ ബാക്ക് സെയിം ആയിട്ട് തന്നെ വെക്കും. പക്ഷെ ഫ്രണ്ട് പൊസിഷനാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് തന്നെ നമ്മൾ കീറിയെടുക്കും ഗൈസ്. ഈ ഒരു ഭാഗം മുഴുവനായിട്ട് കട്ട് ചെയ്താണ്ട് ഇവിടെ വേറൊരു എന്താണ് ആ സർപ്രൈസാണ് ഞാൻ പറയില്ല, ഏത് ഫ്രണ്ടാണ് നമ്മൾ വെക്കാൻ പോകണമെന്ന്. വണ്ടിയുടെ കവിള ഏതാണെന്ന് ഞാൻ പറയില്ല. അപ്പം ഏതായാലും ഒരു കിടില കവിള തന്നെയാണ് വെക്കുന്നത്. ഇങ്ങനെ ആരുടെ കയ്യിൽ ഇപ്പം അധികം ഇല്ലാത്തൊരു കവിള തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വണ്ടിയുടെ ഇപ്പോഴത്തേക്കുള്ള ലുക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ. അപ്പം നമുക്ക് നേരെ ഇനി വണ്ടി പോയി കയറാം. അപ്പോൾ വണ്ടിയുടെ ലൈറ്റൊക്കെ ഇട്ടുള്ള ഒരു വർക്ക് ഒരു മുത്താണ്. നേരെ വണ്ടി കയറിയിട്ട് കാണാം. അപ്പം നമ്മൾ നേരെ വണ്ടി കയറിയിട്ടുണ്ട്. ഞാൻ ബ്രേക്കൊക്കെ എടുത്ത് വണ്ടി നേരെ എടുത്ത് നമ്മൾ നേരെ പോകണമെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് മച്ചാൻ്റെ ഷോറൂമിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ വണ്ടി ഒന്ന് കൊടുത്ത് വേഗമൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാണ്ട് എൻ്റെ മോനെ പിന്നെയുമല്ല ഗൈസ്. അപ്പോൾ വണ്ടിക്ക് ലിപ്പ് ഒന്ന് വെച്ചാലോ ഗൈസ്, അവിടെ വരെയല്ലേ, ഒന്ന് ലിപ്പൊന്ന് ജസ്റ്റ് ഞാൻ വെച്ചാൽ ചില സ്ക്രൂനോ ടൈറ്റ് ചെയ്യാനുള്ള ടൈമില്ല, കാരണം എന്തായാലും അവിടെ പോയി നമ്മൾ അയക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് ലുക്കിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇവിടെ സൈഡാക്കിയിട്ട് ലിപ്പൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്, മുഴുവനായിട്ട് ഫിറ്റ് ചെയ്തില്ല, ചെറിയ രീതിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി സൈഡാക്കി വന്ന് ഓടുമ്പോഴത്തേനും വണ്ടി ലിപ്പ് തരും, വേറെ കാര്യം. കാരണം പിന്നെ നമ്മൾ നെയിം ബോർഡ് സേഫായിട്ടാണ് നമ്മളെ ഡിക്കിയിൽ കിടക്കുന്നത്, കാരണം പുതിയ കവിള് കയറ്റുമ്പോൾ വണ്ടീൻ്റെ നെയിം ബോർഡ് സെറ്റായിട്ട് തന്നെ വെക്കും, വേറെ കാര്യം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അവിടെ എത്തി കാണാം. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയപ്പോൾ ഒരു കാഴ്ചയാണ്, അല്ല ഇവൻ ഇങ്ങനെ ഇവിടെ കയറി കുത്തിറക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കറക്റ്റ് പാർക്ക് ചെയ്ത് നിലയിൽ നിൽക്കുന്നുണ്ട്. വണ്ടി പോയാണ്ട് ആക്സിഡൻ്റ് ആണ്, വേറെ കാര്യം. ഏതായാലും കിടില ഒരു ഫോട്ടോ തന്നെയാണ് പോകുമ്പോൾ കാണേണ്ട തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ എത്തിയപ്പോൾ രാവിലൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും പളിച്ചൊക്കെ ഇറങ്ങി, ഏതായാലും നന്നായി. ഇനി നമ്മൾ ഗ്രാൻഡ് ലോഞ്ചിങ് ചെയ്യാൻ പോകുന്ന ഗൈസ് നമ്മളെ നാട്ടിൽ എത്തിയിട്ട്. വേറെ അടുത്തല്ല ഗൈസ്, ക്യാപ്റ്റൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ വണ്ടി ഇപ്പം ചെറിയൊരു വർക്കുള്ളൂ, പെൻഡിങ് ആയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വണ്ടി സ്റ്റിക്കറൊന്ന് ചെറിയതൊക്കെ ഒട്ടിക്കുന്ന വർക്കുള്ളൂ, ഇപ്പം എൻ്റെ കയ്യും. ഇപ്പോൾ വണ്ടി ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് നോക്കട്ടെ, അവസാനം ഇവിടെ എത്താനായിട്ടുണ്ട് ഗൈസ്. അപ്പം നേരെ ഇനി
അവിടെ പോയി വണ്ടി കൊണ്ടുപോയി കയറ്റണം. അതാണ് പ്ലാൻ. അടുത്ത് കാണാം. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ സംഭവമാണ്. നമ്മക്കെന്തോ ഓഫ് റോഡ് വഴി മാറിടാന്ന് പറഞ്ഞാൽ രീതിക്ക് ആ സീനുണ്ട് ഗൈസ്. ആ കയറണമെന്ന് ഒന്ന് കിടിലേനി ഗൈസ്. വണ്ടി കയറണ ലുക്ക് നിങ്ങൾ തന്നെ കാണിട്ട് ഗൈസ്. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അത് സെറ്റാവും. ഏതായാലും നമ്മളെ വണ്ടി സെറ്റ് പവറായിട്ട് തന്നെ ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ പോണേ വണ്ടിയും കൊണ്ട് നേരെ നമുക്ക് ആ വർക്ക്ഷോപ്പ് പോകും. എന്തായാലും ഒരു ഓഫ് റോഡ് സെറ്റപ്പ് ഏരിയയിൽ തന്നെ ഇവർ ഈ വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും കിട്ടില്ലനായിട്ടാണ് എൻ്റെ പേഴ്സ്. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പ്. അപ്പോൾ നമ്മളെ ബസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിർത്തിയേക്കാണ്ട് പേഴ്സ്. ഇവിടെ സൈഡാക്കി വെക്കാം. പിന്നെ കുറച്ച് ഉള്ളോട്ടായിട്ടാണ് വരുന്നത് ടോയ്സ് നമുക്ക് വണ്ടി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വെനം അതുപോലെ തന്നെ ഡേഞ്ചർ ബോയ് ഇവരുടെയൊക്കെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ക്യാറ് റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ CPM നമ്മളെ മാർക്കോ സിവിക്ക് അതിലൊരു ചെറിയ വർക്ക് അതൊന്ന് ഫുള്ള് മാറ്റി വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി നാട്ടിൽ ചെല്ലണം. നമ്മളെ വണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് കറക്റ്റ് തന്നെ എത്തിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ ചെന്നിട്ട് നമ്മളെ ക്യാപ്റ്റനെ റിവീൽ ചെയ്യണം. അതാണ് ഇനി അടുത്ത പണി. ഇപ്പം നാട്ടിലെത്തിയിട്ട് കാണാം ണ്ട്. അപ്പോൾ നമ്മൾ ബലേനോയിലാണ് വന്നത്. ഒരുപാട് ദിവസമായി കഴിച്ച് ഈ ഒരു വണ്ടി എടുത്തിട്ട് സംഭവം നമ്മളെ സർവീസിന് കൊടുത്താണ്. വണ്ടി സെയിൽ ചെയ്യാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇത് എടുത്താണ് നമ്മൾ ഇത് വിറ്റാണ്ട് നമ്മൾ എടുക്കാൻ പോണ വണ്ടി ഏതാണെന്നല്ലേ ഒരു സർപ്രൈസാണ്. ഇപ്പോൾ എടുക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ എല്ലാം സർപ്രൈസാണ് ചോദിക്കുന്നത്. PK ചൂടെ എടുത്തിട്ടുണ്ട്. എന്താ ചോദിക്കാനായിരിക്കും. അപ്പോൾ അതായത് നമുക്കൊന്ന് പൊളിച്ചു എന്താണ് അങ്ങനെ റിവീൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ബേക്കുണ്ട്. ഇപ്പോൾ PK എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി കാണാൻ വന്നായിരുന്നു. അപ്പോൾ അവർ പോയിട്ടുണ്ട്. അവർക്ക് എന്തോ ട്രിപ്പ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്തോ ട്രിപ്പ് ഉണ്ട് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോകാറുണ്ട്. അപ്പോൾ വണ്ടിയാണ് കിടിലനായിട്ട് തന്നെ കാണിച്ചത്. ഇതൊക്കെ എടുക്കുന്നത് നമ്മളെ വണ്ടി ഫുള്ളായിട്ട് തന്നെ ഒരു പ്ലെയിൻ കളറിലേക്കാണ് നമ്മൾ മാറ്റിയിട്ടുള്ള കേസിൽ. അപ്പോൾ ലിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ലിപ്പ് ഇപ്പോൾ വെച്ചില്ല. ലിപ്പ് നമുക്ക് പിന്നെ വെക്കാം കേസ്. ലിപ്പില്ലാതെ വണ്ടിയുടെ ലുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയായിരുന്നു ലിപ്പ് വെക്കാൻ. ലിപ്പ് വെക്കണം കേസ്. നിങ്ങൾ കമൻറ്റ് കേസ്. ലിപ്പില്ലാതെ വണ്ടി ഓടിച്ചാലും വേറെ മൂടാവില്ല കേസ്. ഇപ്പോൾ ലിപ്പില്ലാതെ വണ്ടി കൊണ്ട് നടക്കണമെന്നില്ല നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് കേസ്. ഇതാണ് വണ്ടീൻ്റെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സീൻ സാധനം. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഓരോ വർക്കിന് വന്നാണ്. ഇത് കുറേ നാളായി ഇവിടെ കിടക്കുന്നത് കേസ്. ഇവർ മേടിച്ചോന്നും അറിയില്ല കേസ്. ഇവർക്ക് ഇതേ ഡിസൈനിൽ ഒരുപാട് ബസ്സുകളുണ്ട് കേസ്. അപ്പോൾ ഓരോ ബസ് ഈച്ച് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് കേസ്. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടീൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കട്ടെ. അതുകൊണ്ട് വർക്ക് ചെയ്തില്ലല്ലോ കേസ്. നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വർക്കും ചെയ്തില്ല. പിന്നെ അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി സെറ്റാണ്. അപ്പോൾ വണ്ടി എടുക്കുക പോകാനെ വേട്ടങ്ങി പോകണേ ചോദിക്കുന്നവരോട് നേരെ നമ്മൾ ഷെഡിൽ പോയിട്ട് വണ്ടി ഒന്ന് അടട്ട് നോക്കട്ടെ. അങ്ങനെ ലുക്കിന് ഷെഡ് ഇരിക്കുന്ന നമ്മളെ വണ്ടി ഷെഡിൽ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലിപ്പം സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് അഭിപ്രായത്തിൽ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ലിപ്പില്ലാതാണ് കുറച്ചുകൂടി അടിപൊളിയാണോ. രണ്ടും കണക്കാണ് എന്നുള്ള നിലയിലാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും സ്ലിപ്പാണോ ലിപ്പില്ലാതെയാണോ രസമെന്ന്. കുറച്ച് നേരം ലിപ്പില്ലാതെ ഓടും, പിന്നെയാണ് നമ്മൾ ലിപ്പ് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ഫൗണ്ട്. ഇനി എല്ലാ വണ്ടി പുതിയ ഫൗണ്ടിലാണ് ഓടുക. പിന്നെ ഒരു എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു നമ്മളെ ഗോഡ്സിൽ എന്തായിരുന്നു. കുറേ ദിവസമായി ഗോഡ്സിൻ്റെ ഒരു വിവരമില്ല. അപ്പോൾ ഗോഡ്സിലെ ട്രിപ്പിലാണ് കുറച്ചായി ഒരു ഹെവി ട്രിപ്പ് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് വരുമ്പോൾ നമ്മൾ ചെറിയ അപ്ഡേറ്റ് ഗോഡ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി കളറാക്കില്ല, ഒന്നും ആക്കില്ല. ഒരു ബാഡ് ന്യൂസ് അപ്ഡേറ്റാണ് വണ്ടിക്ക് കിട്ടിയിട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാമല്ലോ വയസ്സ്. അപ്പം അതെന്താണെന്ന് ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ബാഡ് ന്യൂസ് ഞാൻ പറയുന്നില്ല വയസ്സ്. അപ്പോൾ അപ്പോഴേ നിങ്ങളെ ബാഡ് ന്യൂസ് അറിഞ്ഞാൽ പറ്റൂല വയസ്സ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ എന്താ ഒരു ബാഡ് ന്യൂസാണ് ഇല്ലെന്ന്. ചിലവർക്ക് കത്തിൻ്റെ ബാഡ് ന്യൂസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്
ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് തന്നെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.